ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജുപോഡ്. യെസ്, അങ്ങനെ പൊളിറ്റി എക്സാമിന്റെ ചൂടിലേക്ക് പോവാണ് നമ്മൾ. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ വീഡിയോ എന്താ കൊടുക്കുന്നത്? ഇന്നത്തെ വീഡിയോ ഓരോ ചാപ്റ്ററും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുന്ന കാര്യം. അതായത് ചില ആളുകൾക്ക് ഉണ്ടാവും, സാറേ കണ്ടമാണ് ചാപ്റ്റേഴ്സ്, ഞാൻ ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അത് നമുക്കൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ടെക്സ്റ്റ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് ബല പോലെ കിടക്കുന്നുണ്ടാവും, ഇതിൽ എന്ത് പഠിക്കണം എന്ന് തോന്നിപ്പോയിട്ട് അടച്ചു വെച്ച് പോയവരുണ്ടാവും. ഇനി നിങ്ങൾക്ക് അങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓരോ ചാപ്റ്ററിലും, അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ ഓരോ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3, 4, 5 ടോപ്പിക്കുകൾ ഇൻക്ലൂഡിങ് എസ്സേ, വൺ വേർഡ്, ഷോർട്ട് എസ്സേ, ഇതൊക്കെ ഇതിൽ പെടും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾ ക്ലാസ് ഒരു കാര്യം കൂടി മക്കളെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ചിലർക്കുണ്ട് സാറേ പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഒരുപാട് ടെൻഷൻസ്, നിങ്ങൾക്ക് ഒരുപാട് എക്സാം റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ, പക്ഷെ ഇവരെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. മക്കളെ, നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെ ഞങ്ങൾ രണ്ടാളും നിങ്ങളെ കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ചോദിക്കാം, ചെയ്യാതിരിക്കലും. പിന്നെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്ന് നിഹാൽ സാർ സെർച്ച് ചെയ്താൽ മതി. എൻ്റെ പുതിയ ഐഡി ഉണ്ടാക്കിയാണ്. അത് നിഹാൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, നിഹാൽ പെർസ്പെക്റ്റീവ് ആൻഡ് സാദ് SP സാദ് ഉണ്ട്. ഓക്കെ, നിഹാൽ സാർ. റെഡി. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. എന്തായാലും എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പറയണം, എക്സാം എങ്ങനെയുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലേ, ഇത് വെറും തള്ളാണോ പരിപാടിയോ, നിങ്ങൾക്ക് ആ സമയത്ത് തോന്നും ഒന്ന് അവരോട് പറയാമായിരുന്നു എന്നുള്ളത് അല്ലേ. തുടങ്ങാം. ആദ്യ ചാപ്റ്റർ, യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മക്കൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നിർബന്ധം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ കാര്യം, മൈക്ക് വീണോലടാ, ആദ്യ കാര്യം പിടിച്ചു. നമ്പർ 1, ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് പ്രോസസ്. നാഷൻ ബിൽഡിംഗ് പ്രോസസിന്റെ ചാലഞ്ചസ്, വെല്ലുവിളികൾ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും വെല്ലുവിളികൾ, അതായത് എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയാണ് എന്താ ഈ വെല്ലുവിളി പഠിച്ചു വെക്കുക. അതുപോലെ 2 നാഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ഈ 2 കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. അറ്റ് എനി കോസ്റ്റ് ഈ 2 കാര്യം പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഇലക്ഷൻ, ആദ്യമായി ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരിട്ട ഡിഫിക്കൽട്ടീസ്, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ്. റെഡി. ഈ സെക്കൻഡ് ചാപ്റ്റർ, ഇറ വൺ പാർട്ടി ഡോമിനൻസ്, നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മേധാവിത്വം ലഭിക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തെല്ലാം, ആ കാരണങ്ങൾ 4 മാർക്കിന് ചോദിക്കും, പഠിച്ചു വെക്കുക. പിന്നെ എന്താ, സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊളീഷൻ. കോൺഗ്രസിന്റെ 2 പ്രത്യേകതയാണ്, സോഷ്യൽ കൊളീഷനും ഐഡിയോളജിക്കൽ കൊളീഷനും. ആ 2 കൊളീഷൻ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ ഒപ്പോസിഷൻ പാർട്ടിയുടെ പേരും ലീഡേഴ്സിന്റെ പേരും, ഒപ്പോസിഷൻ പാർട്ടിയുടെ പേരും ലീഡേഴ്സിന്റെ പേരും പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ദ പോയിന്റ്. റെഡി. അടുത്ത ചാപ്റ്റർ, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മിൽക്ക് മാനെ പറ്റി പഠിച്ചു വെക്കാനുള്ള എക്സാമിന് പലപ്പോഴും വൺ വേർഡ് ചോദിക്കുന്നതാണ്. അതുപോലെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ പഠിക്കണം. ഹരിത വിപ്ലവത്തിന്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റും പഠിക്കണം. മെറിറ്റും പഠിക്കണം, ഡീമെറിറ്റും പഠിക്കുക. അതുപോലെ 5 ഇയർ പ്ലാൻസ്, 5 ഇയർ പ്ലാൻസിനെ പറ്റി പഠിക്കുക. അതുപോലെ 1ാം 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി പഠിച്ചു എക്സാമിന് എന്തെയും ചോദിക്കുന്ന ടോപ്പിക്കാണ്. റെഡി. ഇനി ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷനിൽ പോവുകയാണെങ്കിൽ നെഹ്റുസ് ഫോറിൻ പോളിസി പഠിച്ചു. നെഹ്റുവിന്റെ വിദേശ നയം എന്താണ് നെഹ്റു പറഞ്ഞത്, വിദേശ നയം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ചൈന വാർ, ഇന്ത്യ ബംഗ്ലാദേശ് വാർ പഠിക്കണം. നോൺ അലൈൻ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് ഒന്നും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റെഡി. ഇത് നമ്മൾ ചാലഞ്ചസ് ഓഫ് റീസ്റ്റോറേഷൻ കോൺഗ്രസ് ഇതിൽ പോവുകയാണെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി, നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് ഈ ടോപ്പിക് മാത്രം അങ്ങ് പഠിച്ചാൽ മതി. കോൺഗ്രസ് പാർട്ടിയുടെ സ്പ്ലിറ്റ് 1969 കോൺഗ്രസ് പാർട്ടി പിളരാനുണ്ടായ സാഹചര്യം, അതിലേക്ക് എത്തിച്ച ഫാക്ടേഴ്സ് പഠിച്ചു വെക്കുക. റെഡി. പിന്നെ ക്രൈസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡറിലേക്ക് ജനതാ പാർട്ടിയെ പറ്റി പഠിച്ചു വെക്കുക. ജനതാ പാർട്ടിയുടെ ഫെയിലറെ പറ്റി പഠിച്ചു വെക്കണം. ജനതാ പാർട്ടി എങ്ങനെ ഫോം ചെയ്തു, ജനതാ പാർട്ടിയുടെ പരാജയത്തിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ നാഷണൽ എമർജൻസി 1975 അടിയന്തരാവസ്ഥ, അത് ഇമ്പോർട്ടന്റ് ടോപ്പിക്, അതിനെപ്പറ്റി മൊത്തം അങ്ങ് പഠിച്ചു വെക്കുക. അതിന്റെ കാരണങ്ങൾ പഠിച്ചു വെക്കണം, അതിന്റെ കോൺസിക്വൻസ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ്. റെഡി. ഇനി സാർ അടുത്ത ചാപ്റ്റർ, ദ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം. ഇതിൽ കുറച്ച് മൂവ്മെന്റുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഏതൊക്കെ മൂവ്മെന്റുകൾ? നമ്മുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചിപ്കോ മൂവ്മെന്റ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ ലീഡറിനും കൂടി പഠിച്ചു വെക്കാം, കാരണം മോഡൽ എക്സാമിന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ തന്നെ ആന്റി അറാക്ക് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, അത് സ്ത്രീകളുടെ മുന്നേറ്റമായിരുന്നു. അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായത്, നമ്മളെ വെള്ളമടി, അത് ആലോചിച്ചാൽ മതി. ഓക്കെ. പിന്നെ ദളിത് പാന്തേഴ്സ്, അതും ഈ മോഡൽ എക്സാമിന് ചോദിച്ചാണ്. ദളിത് വിഭാഗത്തിന്റെ, അതൊരു കാസ്റ്റ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയ സംഭവമായിരുന്നു. പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, പിന്നെ അതുപോലെ തന്നെ ഭാരതീയ കിസാൻ യൂണിയൻ, ഉത്തർപ്രദേശിലും ഹരിയാനയിലും വന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ, അതായത് കർഷകരുടെ പ്രശ്നങ്ങൾ. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, 2005 മസ്ദൂർ കിസാൻ ശക്തി സങ്കേതത്തിന്റെ ശ്രമഫലമായിട്ട് വന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു റൈറ്റ്, അല്ലെങ്കിൽ ഒരു ആക്ട് ആയിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി റീജിയണൽ ആസ്പിറേഷൻ, അതിൽ നിന്നാണ് എസ്സേ ക്വസ്റ്റ്യൻ, ഈ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യനും ഇതിൽ നിന്നാണ്. അതായത് 6 മുതൽ 8 മാർക്കിന് വരെ
ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്ന് കാശ്മീർ ഇഷ്യൂ തന്നെ നമ്മൾ ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണലും ആ ആർട്ടിക്കിൾ 370 ഒക്കെ പറയുന്നത് അത് 4 മാർക്കിനെ ചോദിക്കുള്ളൂ. പിന്നെ പഞ്ചാബ് അക്കോർഡ്, പഞ്ചാബ് ഉടമ്പടി, അതൊരു പക്ഷേ വൺ വേർഡും വരാം. കാരണം ആര് തമ്മിലുള്ള കരാറായിരുന്നു, അല്ലെങ്കിൽ ആര് തമ്മിലാണ് അത് സൈൻ വെച്ചത്, രാജീവ് ഗാന്ധിയും ഹർചൻ സിംഗ് ലോങ്കോവാളും, അതെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. പിന്നെ അവർ പറഞ്ഞ വ്യവസ്ഥകളാണ് ചോദിക്കുന്നതെങ്കിൽ 4 മാർക്കിനാണ് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് നോർത്ത് ഈസ്റ്റ് അവരുടെ വിഷയങ്ങൾ, അതായത് വടക്ക് കിഴക്കൻ നമ്മുടെ മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, അവരുടെ കുറച്ചില്ലേ സപ്ത സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന അവരുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ലൈവിൽ പറഞ്ഞിട്ട് എടുത്ത് കാണണം. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അത് കഴിഞ്ഞ വർഷം നമ്മുടെ മെയിൻ പബ്ലിക് എക്സാമിന് ചോദിച്ചാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധിയൊക്കെ നടത്തിയൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഗോൾഡൻ ടെമ്പിളിൽ നമ്മളെ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 1989, അതായത് 1989 ശേഷം നടന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള 5 ന്യൂ എക്കണോമിക് പോളിസി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഏതാണ് ബാബരി മസ്ജിദ് ഡിസ്പ്യൂട്ട്, അതായത് തകർക്കല്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ രാജീവ് ഗാന്ധിൻ്റെ അസാസിനേഷൻ പറയണം, ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മണ്ഡൽ ഇഷ്യൂ, അതായത് 27% എന്ത് കൊടുക്കണം, റിസർവേഷൻ കൊണ്ടുവരിക എന്നുള്ള BP മണ്ഡൽ ചെയർമാനായിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു മണ്ഡൽ കമ്മീഷൻ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വർത്തമാനകാല ഇന്ത്യൻ പൊളിറ്റിക്സിൽ എല്ലാ പാർട്ടിക്കാരും കൂടി എന്ത് ചെയ്തു, ആ ഒരു 4 കാരണങ്ങൾ കൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി. BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഏത് പാർട്ടിയും ഒറ്റക്കെട്ടായി. ആ 4 കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി നോക്കി വെക്കാം. പിന്നെ കോൾഡ് വാർ, നമ്മുടെ നിഹാൽ സാറിൻ്റെ ആണ് കോൾഡ് വാർ. ഈ കോൾഡ് വാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുകൾ ഒരു ഡൗട്ടും വേണ്ട, കോൾഡ് വാർ ഉണ്ടാവും കേട്ടോ. അത് കുറെ മുന്നത്തെ എക്സാമിന് സന്ദർഭത്തിലാണ് കോൾഡ് വാർ ഇല്ലാതായി പോയത്, അതായത് നമ്മളെ കൊറോണ സമയത്ത്. പിന്നെ കോൾഡ് വാർ എന്തായാലും കഴിഞ്ഞ വർഷമൊക്കെ കോൾഡ് വാർ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നിങ്ങൾ ക്യൂബൻ മിസൈൽ ക്രൈസ് എന്താണെന്ന് പഠിച്ചു വെക്കണം. അതുപോലെ മിലിറ്ററി അലയൻസ്, ഈ നമ്മൾ കോൾഡ് വാറിന്റെ ഭാഗമായി രൂപീകരിച്ച നാറ്റോ, സിയാറ്റോ, സെൻഡോ, വാട്സാപ്പ് ആറ്റൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായി പഠിച്ചു വെക്കുക. ക്യൂബൻ മിസൈൽ ക്രൈസ് കഴിഞ്ഞ മോഡൽ എക്സാമിനും കൂടി ചോദിച്ചതാണ്. ഇനി അടുത്ത് എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുദ്ര ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഫീച്ചർ സോവിയറ്റ് എക്കോണമിയുടെ സിസ്റ്റം, സോവിയറ്റ് എക്കോണമിയുടെ പ്രത്യേകത പഠിച്ചു വെക്കണം. പിന്നെ ദ റീസൺ ഫോർ ഡിസിൻറ്റഗ്രേഷൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ കാരണങ്ങൾ എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് പഠിച്ചു വെക്കുക. എന്താണ് ഷോക്ക് തെറാപ്പി, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. റെഡി. ഇത് നമ്മൾ US ഹെജുമണി വേൾഡ് പൊളിറ്റിക്സിൽ പോകുമ്പോൾ ഈ ഓപ്പറേഷൻസ്, അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ, സൈനിക ഓപ്പറേഷൻസ് ഉണ്ട്. അത് ഓപ്പറേഷൻ ഡെസ്റ്റിനി സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, എൻഡ്യൂറിംഗ് ഫ്രീഡം, ഇറാഖി ഫ്രീഡം, 4 എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. അത് മാസ്റ്റർ ഫോളോയിങ് ആയിട്ട് വൺവേഡ് ഒക്കെ ആയിട്ട് ചോദിക്കും. അതുപോലെ കൺസ്ട്രെയിൻസ് ഓഫ് അമേരിക്കൻ ഹെജുമണിയുടെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ 3 ഡയമെൻഷൻ US അമേരിക്കൻ ഹെജുമണിയുടെ 3 മാനങ്ങൾ, 3 ഡയമെൻഷൻസ് ഉണ്ടല്ലോ, ഏതാണ് സ്ട്രക്ചറൽ, അതുപോലെ ഹാർഡ് ആൻഡ് സോഫ്റ്റ്, അത് 3 എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. പിന്നെ ആൾട്ടർനേറ്റ് സെന്റേഴ്സ് ഓഫ് പവറിലേക്ക് വരുമ്പോൾ AC ആൻഡ് 3 ഫില്ലേഴ്സ് നിർബന്ധമായും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ എക്കണോമിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസ് ഓഫ് യൂറോപ്യൻ യൂണിയന്റെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ഒരു ബദൽ കേന്ദ്രമായി വളർന്നു വരുന്നു, ഏതെല്ലാം രീതിയിലാണ് അതിന്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതിനെപ്പറ്റി ചോദിക്കും. പിന്നെ റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ് വരെ ചോദിക്കാൻ സാധ്യത ടോപ്പിക്കാണ് എന്താ, റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത കണ്ടംപററി സൗത്ത് ഏഷ്യയിലേക്ക് പോകുകയാണെങ്കിൽ പാകിസ്ഥാൻ ഫെയിലിയർ ഇൻ ബിൽഡിംഗ് എ സ്റ്റേബിൾ ഡെമോക്രസി, പാകിസ്ഥാൻ ഒരു സ്ഥിരമായ ഒരു സ്റ്റേബിൾ ഡെമോക്രസി എന്തുകൊണ്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ ഡിസ്കസ് ദ കോൺഫ്ലിക്റ്റ് ഇന്ത്യ ശ്രീലങ്ക വിഷയം ഉണ്ടല്ലോ, ആ ഡിസ്പ്യൂട്ട് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. റെഡി. ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ വരികയാണെങ്കിൽ എന്താണ്, പിന്നെ 3 മെയിൻ കംപ്ലൈന്റ് ഫോർ ദ റിഫോം ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ, 1900 പിന്നെ ആ സന്ദർഭത്തിൽ നടന്ന പിന്നെ ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, അത് എന്ത് പറയുന്നുണ്ട്, നമ്മുടെ സെക്യൂരിറ്റി കൗൺസിലിന് ചില പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പോയിന്റ് ഔട്ട് ദ ആർഗ്യുമെന്റ് ഓഫ് ഇന്ത്യസ് ഫോർ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ, UN സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യക്ക് സ്ഥിരാംഗം വേണം, ഒരു സ്ഥിരാംഗം കിട്ടണം, ഇന്ത്യക്ക് അതിനുള്ള എന്താണ് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് ഇന്ത്യ പറയുന്നുണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളത് കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓർഗൻസ്, യുഎൻ്റെ ഓർഗൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് 3 നിങ്ങൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കണം. റെഡി. അടുത്ത ദ സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. അതായത് സമകാലിക കാലഘട്ടത്തിലെ നേരിടുന്ന എന്താണ് സെക്യൂരിറ്റികളാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ചാപ്റ്ററിലില്ല. ഓക്കെ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കോമ്പോണൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി, അതായത് നമ്മുടെ സുരക്ഷയെ നേരിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്, സ്റ്റാൻഡ് എന്തൊക്കെയാണെന്നാണ്. പിന്നെ നമ്മളെ കണ്ടംപററി വേൾഡ് നേരിടുന്ന പ്രധാനപ്പെട്ട സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, ത്രെഡ്സ് ഏതൊക്കെയാണ്, സ്വാഭാവികമായിട്ട് അറിയാൻ മറ്റേ ടെററിസം, പിന്നെ അതുപോലെ തന്നെ എപ്പിഡമിക്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ വയലേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതെന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ എൻവിയോൺമെൻറ്റൽ വിഷയത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ പാരിസ്ഥിതിക
വിഷയങ്ങളിൽ ഇന്ത്യ കൈകൊണ്ട കുറച്ച് സ്റ്റാൻഡുകളുണ്ട്. ഇന്ത്യ എന്തൊക്കെ നിലപാടുകളാണ് എടുത്തത് നമുക്കറിയാം. നമ്മൾ ക്യൂട്ടോ പ്രോട്ടോകോൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂവിന് പ്രധാനപ്പെട്ട ആൾക്കാർ ഡെവലപ്ഡ് കൺട്രീസാണ്. എന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങളാണ്, അല്ലാതെ ഞങ്ങളെപ്പോലെ വികസ്വര രാജ്യങ്ങളല്ല, ഡെവലപ്പിംഗ് കൺട്രീസ് അല്ല എന്നാണ് അതിലൂടെ ഇന്ത്യ എടുത്ത കുറേ സ്റ്റാൻഡുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യൂട്ടോ പ്രോട്ടോകോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊതുവായതും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക നോക്കി വെക്കുക. പിന്നെ റിയോ സമ്മിറ്റ്, അതായത് ബ്രസീലിൽ നടന്ന ഭൗമ ഉച്ചകോടിയില്ലേ അതിൻ്റെ ഔട്ട്കംസ്, അതായത് പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്റർ എന്ത് ചെയ്തു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനിൽ 3 ക്വസ്റ്റ്യനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണമാണ് ചോദിക്കുക, ചിലപ്പോൾ അത് മിക്സ്ഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ കോൺസിക്വൻസ്, അതായത് പ്രത്യാഘാതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഗ്ലോബലൈസേഷൻ, ഈ ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എക്കണോമിക്കലി, അതായത് സാമ്പത്തികപരമായിട്ട് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കൾച്ചറലി സാംസ്കാരികപരമായിട്ട് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ എക്കണോമിക് പറഞ്ഞു, നമ്മുടെ പൊളിറ്റിക്കലി പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കൾച്ചറലി സാംസ്കാരികപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പോണ്ടായി. ഈ 3 എന്തായാലും പഠിച്ചു വെച്ചോ, കാരണം ഇത് മാറി 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 ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും 2 മിക്സ് ആയിട്ട് ചോദിക്കും വരും കഴിയും. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഇനി വൈകുന്നേരം വരെ സമയമുണ്ട്, നിങ്ങൾ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഈവനിങ് ആയി കഴിഞ്ഞാൽ വീണ്ടും കുറേ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും, ഇരുന്ന് പഠിക്കുക. ബാക്കി ലൈവിൽ നമ്മൾ പകല് മുഴുവൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ മുഴുവൻ ഇരുന്ന് പഠിക്കണം. ലൈവിലേക്ക് വരുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഞങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിയാലോ ആൻസർ അറിയാലോ. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, എക്സാമിന്റെ മുമ്പ് തന്നെ ഒരു കോൺഫിഡൻറ്റ് ആവും, നിങ്ങൾ സെറ്റ് ആയിരിക്കും, ഇതറിയാലോ ഇത് അതറിയാം. പിന്നെ നിർബന്ധമായി നിങ്ങളെ പരീക്ഷകളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ചോദ്യം വായിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുഖം നിങ്ങൾക്ക് ഓർത്തിട്ടില്ലെങ്കിലും സത്യം പറയും എഴുതിക്കൊണ്ടണം മക്കളെ. നിങ്ങൾ കാര്യമായിട്ട് പറയാം, നമ്മൾ ഇത്രയൊക്കെ സത്യം പറയും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് സമയം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് അങ്ങനെ ഇതാണല്ലോ, ശരിക്കും അർദ്ധരാത്രിയും കഴിഞ്ഞിട്ടുണ്ടടാ. വാച്ചിൽ നോക്കിയാൽ കാണാം, നിങ്ങൾ സൂം ചെയ്താൽ ഈ വാച്ചിൽ നോക്കിയാൽ കാണാം 12 മണി കഴിഞ്ഞടാ. പോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ഹാപ്പി ആയാൽ മതി. ഓക്കെ, അപ്പോൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബാക്കി നമ്മളെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കരുത്. വാട്സ്ആപ്പ് ചാനൽ ഒക്കെ ലിങ്ക് താഴെ ഉണ്ട്, അവിടെ വരും, ഞങ്ങളൊക്കെ അവിടെ കാണും. സോ ബൈ ടാറ്റ.